എല്ലാവർക്കും നമസ്കാരം. ഒരാൾ തൻ്റെ സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറുന്നു. നീണ്ട നാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാനായി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ 2010 ഫാബ്രിക്കോ ഇന്റീരിയർ എന്ന പേരിൽ പറവട്ടാനിയിൽ കർട്ടൻ സംബന്ധമായ വർക്കുകളുടെ ഒരു സ്ഥാപനം തുടങ്ങും. 2 മാസത്തിനിപ്പുറം അഞ്ചേരിച്ചിറയിൽ സോഫയുടെ വർക്കുകളുമായി വീണ്ടും ഒരു സ്ഥാപനം കൂടി തുടങ്ങുന്നു. തൻ്റെ വർക്കിനോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും 10 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് ഫർണിച്ചർ വർക്കുകളുടെ ഒരു സ്ഥാപനം പരന്തരപ്പള്ളിയിൽ തുടങ്ങാൻ ഉത്തേജകമാകുന്നു. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഫാബ്രിക്കോ ഇന്റീരിയേഴ്സ് അവരുടെ 15ാം വർഷത്തിൻ്റെ നിറവിലാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഫാബ്രിക്കോ ഇന്റീരിയേഴ്സിൻ്റെ അമരത്തുള്ള പ്രതിഭേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പ്രതിഭേട്ടനോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, വർക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രതിഭേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പ്രതിഭേട്ട നമസ്കാരം. നമസ്കാരം. പ്രതിഭേട്ട, അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് ഇപ്പോൾ 15 കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു നല്ലൊരു വളർച്ച തന്നെ പറയാൻ പറ്റും. കാരണം ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല വർക്കുകൾ, ഒരുപാട് നല്ല വീടുകളുടെ വർക്കുകൾ, ഒരുപാട് ഗവൺമെൻറ് വർക്കുകൾ, അതുപോലെ തന്നെ വലിയ വലിയ പ്രോപ്പർട്ടി വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം അഭിമാനമുണ്ട് ഞാൻ ഇവിടെ വരെ എത്തിയതിലും. എന്നോടൊപ്പം നിന്ന എൻ്റെ ജോലിക്കാർ, എൻ്റെ എന്താ പറയുക, അത്രയും അവരോടൊക്കെ കടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് തീരാത്ത ഇത്രയും കടപ്പാടുകളുണ്ട്. കാരണം ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ അടുത്തേക്ക് ഏത് സമയത്തും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, ഓരോ വർക്ക് ചെയ്ത് തീർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ അതൊക്കെ എൻ്റെ കൂടെ നിന്ന് അവരുടെ സപ്പോർട്ടാണ് എൻ്റെ ഇന്നത്തെ ഒരു വിജയം. ഇപ്പം ഞാൻ നിൽക്കുന്നത് പ്രതിഭയുടെ 3ാമത് തുടങ്ങിയ സ്ഥാപനമായ പരന്തരപ്പള്ളിയിലുള്ള ഫർണിച്ചർ വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് പ്രതിഭേടം ചെയ്യുന്നത്? ഇവിടെ ഒരു വീടിന് സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. കട്ട്ള ജനലകൾ, അതുപോലെ തന്നെ ഡോറുകൾ, ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും, കബോർഡ് വർക്കുകൾ, കട്ട്ള ജനലകൾ, ജനലപ്പാളികൾ, അതുപോലെ തന്നെ സോഫ സെറ്റുകൾ, ഡൈനിങ് ടേബിള്, ഡൈനിങ് ചെയറുകൾ, സോഫകൾ, അങ്ങനത്തെ ഫർണിച്ചറിൻ്റെ എല്ലാ A to Z വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രതിഭേട 2010 ആദ്യത്തെ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു. അത് പറവട്ടാനിയിലാണെന്ന് പറഞ്ഞു. അത് എന്ത് ഇല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ദുബായിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നാട്ടിൽ വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 3 വർക്കുകൾ ഞാൻ ദുബായിൽ തന്നെ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കർട്ടൻ, സോഫ, ഫർണിച്ചർ. കർട്ടൻ്റെ വർക്കാണ് ഞാൻ പറവട്ടാനിയിൽ സ്റ്റാർട്ട് ചെയ്തത്. പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള ഒരു പള്ളി ബിൽഡിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കർട്ടൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും, കർട്ടൻ്റെ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ കർട്ടൻ്റെ ബ്ലൈൻഡ്സ് വർക്കുകൾ. അതിനുശേഷം തുടർന്ന് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അഞ്ചേരിച്ചിറയിൽ സോഫയുടെ റീവർക്കോടുകൂടി തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം വർക്കുകൾ എനിക്ക് നന്നായിട്ട് വരികയും ചെയ്തു. അതിനുശേഷമാണ് 2015 കൂടിയിട്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ഫർണിച്ചർ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരണം നമുക്ക് വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അറിയാമല്ലോ. കാരണം നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ തന്നെയാണ് മൊബൈലുള്ള ഒരു കാലഘട്ടമാണ്. അവർ എല്ലാ കാര്യങ്ങളും അവർ പ്രിപ്പയറാണ്. കാരണം ഇന്ന പിക്ചർ, ഇന്ന മോഡലുകളൊക്കെ അവരാണ് കാണിച്ചു തരിക. അപ്പോൾ ആ ഒരു മോഡൽ അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്. അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ടും അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടും അവരുടെ സ്റ്റൈൽ അനുസരിച്ചിട്ടും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ 1, 2, 3, 5 അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇന്ന് വരെ എനിക്ക് ചെയ്തു തീർക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഭേടൻ ചെയ്തതിൽ വലിയ വർക്കുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഒരുപാട് വർക്കുകൾ എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ തൃശ്ശൂരിലാണ് ഞാൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ചാക്കോളാസ് ഇന്റർഫണ്ണാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഫാബ്രിക്കോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചത്. ചാക്കോളാസ് ആണ്. പിന്നെ അതിനുശേഷം ജോയ് പാലസ്, അതുപോലെ തന്നെ ചെമ്മണ്ണൂർ, പിന്നെ കല്യാൺ സ്വാമിയുടെ വീട്ടിലെ വർക്കുകൾ, ഒരുപാട് വലിയ വലിയ വീടുകളുടെ എഞ്ചിനീയർമാരുടെ വർക്കുകളുണ്ട്. ഇപ്പൊ അഞ്ചേരിച്ചിറയില് സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സോഫകളുടെ വർക്കുകളാണെന്ന് പറഞ്ഞു. അവിടെ സോഫകളുടെ എന്തൊക്കെ വർക്കുകളാണ്? സോഫയുടെ ഞാൻ കൂടുതലായിട്ടും റീവർക്കുകളാണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റീവർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും വീടുകളിൽ കളഞ്ഞു പോകുന്ന സോഫകളുണ്ട്.
ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പണി പഠിച്ചാൽ മാത്രമാണ് റീവർക്കുകൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് പണി അറിയാൻ തന്നെ വേണം. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ നെറ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടമാന സോഫകളൊക്കെ ചെറിയ റേറ്റിനുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ പഴയ സോഫകൾക്ക് നല്ല ക്വാളിറ്റിയും നല്ല മരത്തിന് ഉറപ്പുകളുള്ള സോഫകളാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പണി പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ സെറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കുഷ്യൻസൊക്കെ മാറ്റി അതിൻ്റെ ക്ലോത്തൊക്കെ മാറ്റി നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഈ 15 വർഷമായിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറിലും ഏത് മോഡലിലും ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അവർ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം വളരെയധികം തൃപ്തിയാണ് അത്. കാരണം ക്വാളിറ്റിയാണ് അത്. എങ്ങനെ കളയാൻ ഉദ്ദേശിച്ച സെറ്റുകൾ വരെ ഞാനത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അതിലൊറ്റ റീസൺ വേറെ ഒന്നല്ല, ഞാൻ ഒരു പണിക്കാരനാണ്, എനിക്കത് അറിയാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്തു കൊടുക്കുന്നതും വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കസ്റ്റമർക്ക് നിങ്ങളുടെ അഞ്ചേരിച്ചിറയിലുള്ള ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സെറ്റുകൾ, കണ്ടമാന സെറ്റുകൾ, ഇപ്പോൾ ഇഷ്ടംപോലെ സെറ്റുകൾ അവിടെ റീവർക്ക് ചെയ്യുന്നതുണ്ട്, കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമറോടും പറയാറുണ്ട്, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തുടക്കം മുതൽ ഫിനിഷിങ് വരെ നിങ്ങൾക്ക് വന്നിട്ട് കാണാനായിട്ട് കഴിയും. കാരണം ഇപ്പോൾ പല ആളുകളും ഓരോ രീതികളിൽ നമുക്കറിയാലോ, പിന്നെ ഇത്ര ഡെൻസിറ്റി ഫോം ഇടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഡെൻസിറ്റി ഫോം ഇടില്ല ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ക്ലോത്ത് ആണോ, അതിൽ ചെയ്യുന്ന സ്പ്രിങ്ങുകൾ, ബെൽറ്റുകൾ എല്ലാം എൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും ഈ കൊറോണയാണെങ്കിലും ഈ പഴയ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നപ്പോഴും എനിക്ക് എൻ്റെ ജോലിക്കാർക്ക് സ്ഥിരമായിട്ട് പണി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. കസ്റ്റമർ നിങ്ങൾക്കൊരു വർക്ക് ഏൽപ്പിച്ച് തന്നാൽ അത് കറക്റ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ജോലിക്കാർ എനിക്കുണ്ട്. അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അവര്. ഞാൻ എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അവർ പറയുന്നത് അത് കൃത്യമായിട്ടും ആ സമയത്തിനുള്ളിൽ അവർ ചെയ്ത് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതിൽ അവർ കസ്റ്റമർ പറയുന്ന പോലെ തന്നെ എനിക്ക് പണിത് കൊടുക്കാനായിട്ട് എനിക്ക് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റി എത്രത്തോളം എല്ലാം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എൻ്റെ ഒരു വീട്ടിലേക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടാണല്ലോ ഒരു വർക്കിന് ഇന്ന ക്വാളിറ്റി അല്ലെങ്കിൽ അതിനെത്ര ഗ്യാരണ്ടി ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വർക്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരെ നമ്മൾ മേടിക്കുക. അതുപോലെ തന്നെയാണ് കസ്റ്റമർ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി, ഇത്ര ഡെൻസിറ്റി ഫോം, അതുപോലെ തന്നെ അതിലിടുന്ന പ്ലൈവുഡ്, അതിൻ്റെ മരം, അതുപോലെ തന്നെ അതിന്റെ ക്ലോത്ത് എല്ലാം ആ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. എത്ര കൊല്ലം വരെ വാറന്റി കൊടുക്കാൻ പറ്റും? സാധാരണ ഞാൻ ചെയ്തു കൊടുക്കുന്ന സോഫ എടുത്ത് 10 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കാം. ഒരു ഇണക്കമില്ലാത്ത രീതിയിൽ എനിക്ക് 10 വർഷം വരെ എനിക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് കുട്ടികളൊക്കെ നിന്ന് ചാടിയാൽ തന്നെ ഒരു ഇണക്കം വരില്ല. കാരണം എൻ്റെ ബേസ് അടിത്തറ സ്ട്രോങ് ആണ്. അതെ, അതാണ് പ്രദീപേട്ടൻ്റെ ക്വാളിറ്റിയും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പ്രദീപേട്ടൻ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചേൽപ്പിക്കാം. കാരണം എൻ്റെ ഒരു കുടുംബം എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ 15 വർഷം വരെ ഞാൻ എൻ്റെ സ്ഥാപനം കൊണ്ടു നടന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എൻ്റെ എല്ലാ ജോലിക്കാരും തുടക്കം മുതൽ ഇതുവരെ അവർ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വലിയൊരു സപ്പോർട്ടാണ്. നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഓരോ വർക്കുകളും ക്വാളിറ്റി ആയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ആ പൈസയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ എടുത്ത് എനിക്ക് ചെയ്തു തരാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം. എൻ്റെ ആത്മാർത്ഥയും സത്യസന്ധതയും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. താങ്ക് യു. അപ്പോൾ കർട്ടൻ വർക്കുകൾ, സോഫ വർക്കുകൾ, ഫർണിച്ചർ വർക്കുകൾ എല്ലാത്തിനുമായി നമുക്ക് ഫാബ്രിക് ഇന്റീരിയേഴ്സിൻ്റെ പ്രദീപേട്ടനെ സമീപിക്കാം.